എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത, ഇത് ഡോക്ടർ പ്രശാന്ത്, നമ്മുടെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, ഒരു ചോദ്യമാണ്. ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും അത് ഈ നമ്മുടെ ഗർഭാവസ്ഥയിൽ നമുക്ക് എപ്പോഴാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇനി കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമോ, ഇനി പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ആശങ്കകളാണ് പലർക്കും ഉള്ളത്. അതിനെക്കുറിച്ച് ഡോക്ടർ നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഈ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് വളരെ കോമൺ ആയിട്ട് സാധാരണയായിട്ട് കാണുന്ന ഒരു അപാകതയാണ്. അപ്പോൾ നമുക്കിത് 12 ആഴ്ച സ്കാനിൽ മുതൽ നമുക്ക് സംശയിച്ച് തുടങ്ങാം. മുറിച്ചുണ്ട് കാണാൻ പറ്റില്ലെങ്കിലും പ്രത്യേകിച്ച് ഈ മുറി അണ്ണാക്ക് എന്ന് പറയുന്നത് ക്ലെഫ്റ്റ് പാലറ്റ്, മുറിച്ചുണ്ട് എന്ന് പറയുന്നത് ക്ലെഫ്റ്റ് ലിപ്പ്. അണ്ണാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമ്മളൊരു മലയാളീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. അണ്ണാക്ക് വരെ പോകണമെന്നില്ല. നമ്മുടെ വായുടെ മുൾഭാഗത്ത് പലതരത്തിലുള്ള വിള്ളലാവാം. അപ്പോൾ അതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 12 ആഴ്ച സ്കാൻ മുതൽ സംശയം വരാം. പക്ഷെ 12 ആഴ്ച സ്കാൻ സമയത്തും 5-ാം മാസം സ്കാൻ സമയത്തുമാണ് പ്രധാനമായിട്ട് നമ്മൾ സംശയിക്കുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ഇത് കാണുമ്പോൾ ബ്രെയിൻ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. കാരണം പലപ്പോഴും ഇതൊരു ജനിതകമായിട്ടുള്ള സിൻഡ്രോമിന്റെ ഭാഗമായിട്ട് വരാം. പിന്നെ മാത്രമല്ല ഒരു ക്ലെഫ്റ്റിംഗ് അബ്നോർമാലിറ്റി, അതായത് ബ്രെയിനിന് അറിയാലോ രണ്ട് ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ തലയുടെ ഭാഗം രണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു അപാകതയുണ്ടോ, ബ്രെയിനിന്റെ ഇതും ക്ലെഫ്റ്റിങ്ങും കംപ്ലീറ്റ് അല്ലേ, അപ്പോൾ ബ്രെയിനിൽ ഹോളോ പ്രോസെൻകെഫലി അങ്ങനത്തെ പല അപാകതകളുള്ളതുണ്ടോ, അത് ബ്രെയിൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. ബാക്കി എല്ലാ ഫങ്ഷൻസും ഹാർട്ട് എല്ലാം നോക്കി ഫൈനലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഇവിടെ എനിക്ക് ചോദിക്കാൻ, ഞാൻ ഇടയ്ക്ക് ചോദിക്കുകയാണ്, ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും എപ്പോഴും ഒരുമിച്ചാണോ കാണുന്നത്, ഇല്ല സെപ്പറേറ്റ് ആയിട്ട്? അത് പല തരത്തിലും കാണാം. ഇപ്പൊ ഐസൊലേറ്റഡ് അതൊരു ഞാൻ പറഞ്ഞില്ല, അതൊരു സിവിയറിറ്റിയുടെ എക്സ്റ്റൻഷനാണ്. ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ ഏറ്റവും മിനിമൽ ആയിട്ടുള്ളത് ചുണ്ടിന്റെ വളരെ ഇവിടെ ഒരു വര പോലത്തെ ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ. ഇത് വളരെ ചെറുത് പ്ലാസ്റ്റിക് സർജറിയാണ് ആവശ്യമുള്ളത്. എന്നാൽ അതങ്ങനെ ഡീപ്പായി കംപ്ലീറ്റ് ആയിട്ട് മുറിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് അണ്ണാക്കും ഈ പാലറ്റ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ട്. പാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവുകൊണ്ട് മുകളിൽ തൊടുമ്പോൾ ആദ്യം ഹാർഡായിട്ടൊരു ഫീലിംഗ് ഉണ്ട്, ബാക്കിൽ സോഫ്റ്റ് ആയിട്ട്. ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും. പിന്നെ പല്ലുകളുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോയി അങ്ങേറ്റ അണ്ണാക്ക് വരെ എത്തണ ടൈപ്പ് അപാകത. ഇടത് ഭാഗത്ത് വരാം, വലത് ഭാഗത്ത് വരാം. അപ്പൊ അങ്ങനെ പല തരത്തിലുണ്ട്. ഇത് കുറെ ക്ലാസ്, വൈ ക്ലാസിഫിക്കേഷൻ, കർണഹാൻസ്, കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല ആവശ്യമുണ്ട്. നമ്മൾ സർജിക്കലായിട്ട് അത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ വിള്ളൽ വളരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മൂക്കിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ എന്ത് അപാകത കാണുകയാണെങ്കിലും നമ്മൾ ബേബിക്ക് ചുറ്റുള്ള ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ഒരു മൈക്രോ അറേ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യും. കാരണം ചില ടൈപ്പ് അപാകതകൾ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വലുതും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് നന്നായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ എല്ലാ ബേബീസിനും നമുക്കത് പ്രായോഗികമാവില്ല. നമ്മൾ സ്കാനിലൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കാണും. അതിനുശേഷം നമ്മൾ എന്ത് ടൈപ്പാണ്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യും. ഇത് 2 തരത്തിലാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഒന്ന് 2D സ്കാൻ, 2 3D സ്കാൻ. അതെ. അപ്പൊ 2D സ്കാനിൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം, നമുക്ക് എത്ര എക്സ്റ്റൻഷൻ ഉണ്ട്, മൂക്കിന്റെ ഉള്ളിലേക്ക് ഉണ്ടോ, അണ്ണാക്ക് 2ആയിട്ട് പിളർന്നിട്ടുണ്ടോ, അതെല്ലാം നമുക്ക് 2D സ്കാനിൽ അറിയാൻ സാധിക്കും. 3D സ്കാൻ മെയിൻലി അതിന്റെ കോസ്മെറ്റിക് ആയിട്ട് എന്താണ് ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് പേഷ്യന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ടൈപ്പ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലെഫ്റ്റ് പാലറ്റ് 3D റീകൺസ്ട്രക്ഷൻ വഴിയെ നമുക്ക് അണ്ണാക്കിന്റെ അവിടെ അതൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 3D സ്കാൻ മെയിൻലി യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ മുറി അണ്ണാക്ക് മുറിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോസ്മെറ്റിക് എഫക്റ്റ്, അതായത് കാണാനുള്ള വൈരൂപ്യം. അപ്പോൾ നമുക്കെപ്പോഴും കുട്ടി ഉണ്ടാകുമ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്, കാണാൻ നല്ല കുട്ടിയായിരിക്കണം, അതാണ് എല്ലാവരുടെ മനസ്സിലും വേണ്ടത്. കാണാൻ നന്നായിരിക്കണം, എൻ്റെ അച്ഛനെ പോലെ ഇരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ മുറി അണ്ണാക്ക് മുറിച്ചിട്ട് കാണുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള വലിയ സങ്കടം. അപ്പോൾ ആ കോസ്മെറ്റിക് എഫക്റ്റ് ആണ് ഏറ്റവും മേജർ. രണ്ടാമത്തെ ഫങ്ഷണൽ എഫക്ട്സ് ആണ്. ഫങ്ഷനിന്റെ ഏറ്റവും പ്രധാനമാണ്
ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി മുല കുടിക്കുക, അതായത് അമ്മയുടെ മുലപ്പാലാണ് കുടിക്കുന്നത്. അപ്പോൾ അത് വലിച്ചു കുടിക്കാൻ പറ്റുമോ, വലിച്ചു കുടിച്ചാൽ തന്നെ അത് വേറെ എവിടേക്കെങ്കിലും കയറിപ്പോവും. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ വേറെ ഇഷ്യൂസ്. അത് ഇതിന്റെ എത്രത്തോളം ഉണ്ടെന്നനുസരിച്ചിരിക്കും. സാധ്യതയില്ല. മാത്രമല്ല അപ്പൊ അതിന് പല ഡിവൈസസ് അവൈലബിൾ ആണ്. അത് ഒക്ലൂഡിങ് ഡിവൈസസ് ഉണ്ട്. അത് വെച്ചിട്ട് കുട്ടിക്ക് പാല് കൊടുക്കാൻ പറയും. പിന്നെ പാല് കൊടുക്കുന്ന പല രീതികളുണ്ട്. അപ്പൊ അത് ചെയ്യാം. അപ്പൊ അതൊക്കെ പീഡിയാട്രിഷ്യനോട് പീഡിയാട്രിഷ്യൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട്. അത് ഞാൻ ഇതിന്റെ അവസാനം പറയാം എവിടെയൊക്കെയാണ് അങ്ങനത്തെ ഇതുള്ളത്. അപ്പൊ രണ്ടാമത്തതാണ് ഫീഡിങ്. മൂന്നാമത്തേണ് ഫോണേഷൻ. ഫോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. സംസാരിക്കാനുള്ള നമ്മൾ മലയാള ഭാഷ, നമ്മളിപ്പോൾ കേരളീയരാണ്, വളരെ വായുടെ എല്ലാ ഭാഗവും യൂസ് ചെയ്ത് സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം അല്ലേ. ഇപ്പൊ പണ്ടൊക്കെ പഠിച്ച നാസികം, അനുനാസികം, പലതരം ശബ്ദങ്ങളാണ് നമ്മൾ ചുണ്ട്, നാവ്, അണ്ണാക്ക്, നാവ് കൊണ്ട് മോൾഭാഗം, മോൾച്ചുണ്ട്, കിഴിച്ചുണ്ട്, പല്ല്, ഇതെല്ലാം തൊട്ടിട്ടാണ് നമ്മൾ ഓരോരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ചില ഭാഷയിൽ ഇത്ര തന്നെ ഇത്, മലയാള ഭാഷ പ്രത്യേകിച്ചും എല്ലാ ഭാഗവും മുറിച്ചുകൊണ്ടുള്ള ആൾക്കാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഭാഷയല്ല മലയാളം. അപ്പൊ അതാണ് വേറൊരു ഇത്. പക്ഷെ അത് ഫോണേഷനിലത്തെ ഇത് നമുക്ക് ഈ സൗണ്ട്, ഈ ശബ്ദത്തിന്റെ തെറാപ്പിസ്റ്റ് ഉണ്ട്, അവരുടെ സഹായത്തിലൂടെ നല്ല വ്യത്യാസം. സ്പീച്ച് തെറാപ്പി. അപ്പൊ ഫോണേഷനാണ്. അപ്പൊ പറഞ്ഞു, ഫസ്റ്റ് കോസ്മസിസ്, 2 ഫങ്ഷണൽ ഫീഡിങ്, 3 ഫോണേഷൻ, 4 ഡെന്റേഷൻ. ഡെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ പല്ലിന്റെ വരുന്ന ഇതൊന്നും ക്ലിയർ ആവില്ല, കാരണം അവിടെയാണ് വിള്ളൽ വന്നിരിക്കുന്നത്. അപ്പൊ പല്ലിന്റെ പ്രോപ്പറായിട്ടുള്ള പല്ല് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ അത് കടിക്കാനുള്ള ബുദ്ധിമുട്ട്, കാണാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അതാണ് അപ്പൊ നല്ലൊരു ഡെന്റൽ ഡോക്ടറുടെ സഹായം വേണ്ടി വരും. ലാസ്റ്റ് ഹിയറിംഗ് ആണ് അടുത്ത പ്രധാനപ്പെട്ടത്. കാരണം എന്താ വെച്ചാല് നമ്മുടെ ഈ ഭാഗവും മിഡിൽ ഇയർ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഹിയറിംഗ് അബ്നോർമാലിറ്റി വരാം ഇങ്ങനത്തെ ബേബീസ്. അപ്പൊ ഈ എല്ലാ ആസ്പെക്ട്സും കണ്ടുകൊണ്ട് വേണം ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടിക്ക് വേറെ അപാകതകളൊന്നുമില്ല, മൈക്രോ അല്ലെങ്കിൽ ക്രോമസോം ടെസ്റ്റ് നോർമലാണ്. ഇങ്ങനത്തതാകുമ്പോൾ നമ്മൾ 3D ഇതെടുത്ത് കുട്ടിയുടെ പാരൻസിനെ കൗൺസിൽ ചെയ്യണം. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഇത്രയൊക്കെയാണ് ഡെപ്ത് ഉള്ളത്. എന്നിട്ട് നമ്മളൊരു നല്ലൊരു സപ്പോസ് അവിടെ ഏറ്റവും അടുത്തുള്ള ക്ലെഫ്റ്റ് പാലറ്റ് സർജറി ചെയ്യുന്ന ബെസ്റ്റ് സെന്ററിലേക്ക് റെഫർ ചെയ്യാണ് ചെയ്യുക. അതായത് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ. നമുക്കിവിടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഉണ്ട്, കേരളത്തിലല്ല ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റേഴ്സ് ആണ്. ഇപ്പൊ അടുത്ത് ബഹുമാനപ്പെട്ട ശ്രീ എഡൻവാല, അദ്ദേഹം ഇപ്പൊ നമ്മുടെ ഒപ്പം ഇല്ല, അദ്ദേഹം ലോക റെക്കോർഡുള്ള ആളായിരുന്നു, ഏറ്റവും അധികം ശസ്ത്രക്രിയ. ഇപ്പൊ സ്മൈൽ ട്രെയിൻ പ്രൊജക്ട് വളരെ ഫേമസ് ആണ്. അപ്പൊ സ്മൈൽ ട്രെയിൻ പ്രൊജക്ട് അതിൽ ഫ്രീ ആയിട്ടാണ് ആക്ച്വലി ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നത് ഈ കുട്ടികൾക്ക്, ഫ്രീ ആയിട്ടാണ്. അപ്പൊ മിക്ക ജൂബിലി മിഷനില്ല, ഇന്ത്യ രാജ്യം ലോകം മുഴുവനുള്ള പ്രൊജക്റ്റാണ് സ്മൈൽ ട്രെയിൻ. അത് ഓരോരോ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം കൗൺസിലേഴ്സ് ഉണ്ട്. ഇതിന് ഇപ്പൊ ഞാൻ പറഞ്ഞ ഓരോരോ പ്രോബ്ലം ഡീൽ ചെയ്യാൻ വേണ്ട നമ്മൾ പറഞ്ഞു വിടുന്നത് ഈ പാരന്റ്സിന് മനസ്സിലാക്കാൻ, മാത്രമല്ല അവരുടെ കോൺഫിഡൻസ് കൂടാൻ. അവിടെ ഓപ്പറേഷൻ ചെയ്തതും കംപ്ലീറ്റ് ആയിട്ട് നോർമലായി ജീവിക്കുന്ന കുറെ കുട്ടികളെ അവർ കാണും. അപ്പൊ അവരുടെ കോൺഫിഡൻസ്, അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് ഇത്രേ ഉള്ളൂ, ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യമാണ്. ഓപ്പറേഷൻ സാധാരണ അതും കൂടി നമുക്കൊന്ന് പറയാം, അത് ഇതിന്റെ ഭാഗം അല്ലെങ്കിൽ പോലും ക്ലെഫ്റ്റ് ലിപ്പിന്റെയും ക്ലെഫ്റ്റ് പാലറ്റിന്റെയും ഒക്കെ സർജറി ഡെലിവറി കഴിഞ്ഞ് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പേഷ്യൻസിനെ ഇവരുടെ അടുത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അവരാണ് തീരുമാനിക്കുന്നത്, അതിന്റെ ഡെപ്തും ബാക്കിയുള്ള അനുസരിച്ചിട്ടാണ് അവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ സാധാരണ ഓപ്പറേഷന്റെ കാര്യത്തിൽ ഇടപെടാറില്ല. അത് എനിക്ക് തോന്നുന്നു അവര് പറയുന്നതായിരിക്കും. പീഡിയാട്രിക് സർജൻസ് ആണ്, അല്ല ഈ കോസ്മെറ്റിക് സർജൻസും അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഡെപ്ത് ഈ ഇതിന്റെ എത്രത്തോളം ഉണ്ട് അതിന്റെ കാര്യം അനുസരിച്ചിട്ടാണ് അവർ അതിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ സ്മൈൽ ട്രെയിൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റിന് അത് ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് ആ പ്രോജക്റ്റിന് അടിയിലുള്ള ആ ട്രീറ്റ്മെന്റ് ലഭ്യമാണെന്ന് ആൾക്കാർ അറിയണമെങ്കിൽ അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ സ്മൈൽ ട്രെയിൻ്റെ ഇതുണ്ട്. തൃശ്ശൂർ ഇൻ ആൻഡ് അറൗണ്ട് ആണെങ്കിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ് അതിന്റെ ഫെസിലിറ്റി ഉള്ളത്. സ്മൈൽ ട്രെയിൻ. അപ്പൊ അതല്ലാതെ വേറെ പല NGOs എന്തായാലും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും സ്മൈൽ ട്രെയിൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതെ. അപ്പൊ അവിടെ വളരെ ഇപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പലരും ഇതിങ്ങനത്തെ ഇത് കാണുന്നു. അപ്പൊ 3D സ്കാനിൽ കാണുന്നു. പിന്നെ നമ്മൾ അതിന്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ അവരാകെ ഞെട്ടുന്നു. അതായത് കുട്ടിക്ക് ഇങ്ങനത്തെ അപാകത ഉണ്ടെന്ന് കാണുമ്പോൾ അവർക്ക് വളരെയധികം വിഷമം കാണുന്നു.
അപ്പൊ അവർ വേണ്ടാന്ന് വെക്കാൻ പോകുന്നു. അപ്പൊ അത് ആക്ച്വലി വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ടെർമിനേഷന്റെ ഒരു ആവശ്യമേ ഇല്ല, ടെർമിനേഷന്റെ ആവശ്യമുള്ളതല്ല. പക്ഷേ നമുക്ക് കെയർ വേണം സ്കാനിന്റെ സമയത്ത്. അതായത് വേറെ എന്തെങ്കിലും സിൻഡ്രോമിന്റെ ഭാഗമാണോ എന്നുള്ളത് നോക്കണം. ഐസൊലേറ്റഡ് ക്ലെഫ്റ്റ് ലിപ്പ് നല്ലതാണ്. ഇപ്പം സിവിയർ ഇതിനും കൂടിയിട്ട് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒറ്റ സർജറി, ചില ബേബീസിന് മൾട്ടിപ്പിൾ സ്റ്റെപ്പ് സർജറീസ് വേണ്ടി വരും. അതിന് തയ്യാറാവണം. അത് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുട്ടി സാധാരണ പോലെ ജീവിക്കും, വേറെ ഒരു പ്രശ്നം വരില്ല. മാത്രമല്ല അപ്പൊ അതിന്റെയൊക്കെ ശസ്ത്രക്രിയ വളരെയധികം അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മാത്രമല്ല അപ്പൊ സാമ്പത്തിക പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ സ്മൈൽ ട്രെയിൻ പോലത്തെ ഇത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ റെക്കറൻസ്, പിന്നെ അടുത്ത ചോദ്യം വരുന്നത് റെക്കറൻസ് ആണ്. ഈ ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് ഫാമിലിയൽ റെക്കറൻസുകൾ, പ്രത്യേകിച്ച് ജീൻഡായിട്ട് പറയുന്നില്ലെങ്കിലും റെക്കറൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഫാമിലിയിൽ ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് ഉള്ള പേഷ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അൾട്രാസൗണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതാവും. അപ്പൊ നേരത്തെ മേഡം ചോദിച്ചു ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഒരുമിച്ചാണോ വിവരണം. ഐസൊലേറ്റഡ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. പലപ്പോഴും ഈ ഫീറ്റൽ മെഡിസിൻ ഡോക്ടേഴ്സും റേഡിയോളജി ഡോക്ടേഴ്സും ഇതിൽ കേസ് വരാനുള്ള ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. അപ്പൊ ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഈ ചുണ്ടിന്റെ പുറത്തെ ഭാഗത്തേക്കുള്ള ഭാഗത്തുള്ള അപാകതകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ഉള്ളോട്ടുള്ള അപാകത, അണ്ണാക്കിന്റെ അടുത്ത് ചെറിയൊരു ദ്വാരം മാത്രം, അത് വളരെ ബുദ്ധിമുട്ടാണ്. സോഫ്റ്റ് പാലറ്റിലുള്ള ചെറിയ ക്ലഫ്റ്റുകൾ സ്കാനിൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കണ്ടെന്ന് വരില്ല. അപ്പൊ പലപ്പോഴും കാണുക കുട്ടിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡ് കൂടുതൽ, പോളിഹൈഡ്രാമിനോസ് എന്ന് പറയും. അപ്പോൾ പലപ്പോഴും അൺഎക്സ്പ്ലെയിൻഡ് പോളിഹൈഡ്രാമിനോസ്. അൺഎക്സ്പ്ലെയിൻഡ് പോളിഹൈഡ്രാമിനോസ് നോക്കുമ്പോൾ ചില ഒക്കൾട്ട് അബ്നോർമാലിറ്റി എന്നാണ് അതിന് പറയുക. ഒക്കൾട്ട് അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് എല്ലാം നോർമൽ എന്ന് പറഞ്ഞു നിഗൂഢമായി ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലേ. അതെ. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇതുപോലെ ഇൻപെർഫറേറ്റ് ആനസ്, ഇങ്ങനത്തെ ഓരോരോ, അതായത് സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധനങ്ങൾ പുറത്ത്. നമ്മളെപ്പോഴും സ്കാനിൽ അത് ഡിസ്ക്ലൈമർ, അൺഎക്സ്പ്ലെയിൻ പോളിഹൈഡ്രാമിനോസ് ഒക്കെ ഡിസ്ക്ലൈമർ എഴുതുന്ന ഒരു കാര്യമാണ്. ചെറിയ ടൈപ്പ് ക്ലെഫ്റ്റുകൾ, പോസ്റ്റീരിയർ ക്ലെഫ്റ്റ് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ റെക്കറൻസ്, ഫാമിലിയൽ റെക്കറൻസ് കൊണ്ടും വരാം, പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ പോലും വരാം. അപ്പൊ ചിലർ പറയും, അങ്ങനെ പറയുമ്പോൾ അയ്യോ ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും തന്നെ ഇല്ല, പക്ഷെ ആർക്കും ഇല്ലെങ്കിലും വരാം അല്ലെ. പിന്നെ അതുപോലെ ചില മരുന്നുകൾ, അതെ അതാണ് വേറെ കാര്യം. അതായത് ഇപ്പൊ ടെറക്ടോജൻ, ഉദാഹരണത്തിന് ഫെനിറ്റോയിൻ, ഡയോസിപ്പം, ഇതൊക്കെ പ്രഗ്നൻസിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെഫ്റ്റിംഗ് അബ്നോർമാലിറ്റിയുടെ, പ്രത്യേകിച്ചും ആ ഓർഗനോജെനസിസിന്റെ ആ ടൈമിൽ അല്ലെ, അതങ്ങനത്തെ മരുന്നുകളും ഇങ്ങനത്തെ ക്ലെഫ്റ്റിങ്ങിന്റെ അപാകത കൂടുതലായിട്ട്. അപസ്മാര മരുന്നുകളാണ് അതൊക്കെ. യൂഷ്വലി നമ്മൾ പ്രഗ്നൻസി സമയത്ത് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ അത്രയാണ് ക്ലെഫ്റ്റിങ്ങിനെ പറ്റി. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഈ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ പ്രഗ്നന്റ് ആവുന്നതിന് മുൻപ് അവർ ഏത് ഡോക്ടറെ അടുത്താണോ ഇതിനുള്ള മരുന്ന് കഴിക്കുന്നത് അവരോട് ചെന്ന് പറഞ്ഞ് ആവശ്യാനുസരണം മരുന്നൊക്കെ മാറ്റിയിട്ട് വേണം, ഡോസേജും അതുപോലെ വേണമെങ്കിൽ ചിലപ്പോൾ മരുന്ന് തന്നെ വേറെ മാറ്റി എഴുതും. അത് ആണെങ്കിൽ ഒഴിവാക്കി അത് ഒരു സിംഗിൾ മെഡിസിൻ ആക്കും. സേഫ് ആയിട്ടുള്ള മരുന്ന് കഴിച്ചിട്ട് വേണം നമ്മൾ പ്രഗ്നന്റ് ആകാൻ നോക്കാൻ. അതല്ലാണ്ട് നമ്മൾ ആ മരുന്നങ്ങ് നിർത്താനും പാടില്ല അല്ലേ. മരുന്ന് നിർത്തി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സ്മാഷ് ദ ലൈക്ക് ബട്ടൺ.